അങ്ങനെ ആരാധകരുടെയും പ്രിയപ്പെട്ടവരുടെയുമെല്ലാം കാത്തിരിപ്പുകൾക്കൊടുവിൽ ആര്യ ബെഡായി ആ സർപ്രൈസ് വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം അവസാനമായി തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ, മച്ചാനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന വാർത്തയാണ് ആര്യ പങ്കുവച്ചത്. ഏറെ വർഷങ്ങളായുള്ള സൗഹൃദമാണ് ഇവരുടേത്. എന്നാൽ ഈ സൗഹൃദത്തെക്കുറിച്ച് മലയാളി പ്രേക്ഷകർ അറിഞ്ഞത് ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക്കിലൂടെയാണ്. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സൗഹൃദമായിരുന്നു ഇവരുടേത്. ആര്യയുടെ വിവാഹമോചനത്തിലും പിന്നീടുണ്ടായ പ്രണയത്തകർച്ചയിലുമെല്ലാം ആശ്വാസമായി ഒപ്പം നിന്ന സിബിൻ്റെ സാന്നിധ്യം ആര്യയുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു. അതേപോലെ തന്നെ സിബിനും. നടി, അവതാരക എന്നീ നിലകളിൽ ശ്രദ്ധേയയായ ആര്യ ബെഡായി ഇടയ്ക്ക് ബിഗ് ബോസിലെത്തിയപ്പോൾ അതിക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു. ബിഗ് ബോസ് മലയാളത്തിൽ മത്സരിച്ചതിന് ശേഷമാണ് ആര്യ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്ക് ഇരയായത്. അതുവരെ ടെലിവിഷൻ ഷോകളിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് പല അവസരങ്ങളും നഷ്ടമായി. പിന്നാലെ സിബിന് മുന്നിൽ ബിഗ് ബോസിലേക്ക് എത്താനുള്ള ഒരവസരം വന്നപ്പോഴും പോകരുത് എന്ന നിർദ്ദേശമാണ് ആര്യ നൽകിയത്. ആദ്യമായി ഇരുവരും തമ്മിൽ ഒരു എതിരഭിപ്രായമുണ്ടായത് ഇക്കാര്യത്തിലായിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ട് എന്നാണ് അന്ന് സിബിനെ ആര്യ വിശേഷിപ്പിച്ചത്. പക്ഷേ അത് സൗഹൃദം കൊണ്ടാണെന്ന് എല്ലാവരും കരുതി. ബിഗ് ബോസിന് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പോവരുത് എന്ന് ആര്യ സിബിനോട് പറഞ്ഞത്. പക്ഷേ പോവണം എന്ന സിബിൻ്റെ ആഗ്രഹത്തിന് ആര്യ വഴങ്ങുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്ന ഉദ്ദേശമായിരുന്നു സിബിന് ഉണ്ടായിരുന്നത്. പക്ഷേ സിബിൻ ബിഗ് ബോസിൽ എത്തിയതും കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. മാനസിക സമ്മർദ്ദത്തിലാണ് സിബിൻ എന്ന് പറഞ്ഞാണ് ഷോയിൽ നിന്നും പുറത്താക്കിയത്. അന്ന് സിബിന് വേണ്ടി ആര്യ ശക്തമായി സംസാരിച്ചിരുന്നു. ആര്യയുടെ ചില വാക്കുകൾ ഷോയ്ക്കും ചാനലിനും എതിരെയായിരുന്നു. അത് ആര്യയുടെ കരിയറിനെയും ബാധിച്ചു. അതിനുശേഷം തൻ്റെ മുഖം ഇനി മിനി സ്ക്രീനിൽ കാണാൻ സാധ്യതയില്ല എന്ന് തന്നെ ആര്യ പറഞ്ഞിരുന്നു. സിബിന് വേണ്ടി കരിയർ പോലും ആര്യ സാക്രിഫൈസ് ചെയ്തപ്പോഴും ആ ബന്ധം ഇങ്ങനെയൊരു പ്രണയത്തിനു വേണ്ടിയായിരുന്നുവെന്ന് ആരാധകരാരും അറിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ആര്യ കാഞ്ചീവരം എന്ന തൻ്റെ ബിസിനസ്സിൽ പൂർണ്ണമായും ആക്റ്റീവായത്. അതിൽ സിബിനും മുഖ്യമായ പങ്കുണ്ട്. കാഞ്ചീവരത്തിൻ്റെ കൊച്ചി ബ്രാഞ്ച് തുടങ്ങി. അത് വിജയകരമായി മുന്നോട്ടു പോകവെയാണ് ഇപ്പോൾ ആര്യ തൻ്റെ ജീവിതത്തിലെ ഈ സന്തോഷം പങ്കുവച്ചത്. ഒരിക്കൽ പ്രണയത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ അഭിമുഖത്തിൽ ആര്യ പൊട്ടിക്കരഞ്ഞത് വൈറലായിരുന്നു. ജീവിതത്തിൽ ഒരു പങ്കാളി വേണം എന്ന് ആഗ്രഹിക്കുന്നതായും ആര്യ പറഞ്ഞിരുന്നു. ഇനി ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം കിട്ടട്ടെ എന്നാണ് ഇപ്പോൾ ആരാധകർ ആശംസിക്കുന്നത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് 2025 താൻ വിവാഹിതയാകുമെന്ന വിവരം ആര്യ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്. എന്നാൽ ആരാണ് പങ്കാളിയാകാൻ പോകുന്നത് എന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന സർപ്രൈസാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. അതേസമയം ആർജയും ബിഗ് ബോസ് താരവുമാണ് സിബിൻ ബെഞ്ചമിൻ. ആര്യയുടേത് മാത്രമല്ല സിബിൻ്റേതും രണ്ടാം വിവാഹമാണ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിവാഹമോചനം നേടിയ സിബിന് ഒരു കുഞ്ഞുമുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.